നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ വട്ടേക്കാട്ടുകരയിൽ ഗതാഗത യോഗ്യമായ റോഡില്ലാതെ 22ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥ. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ ഉന്നതിയിലെ ആദിവാസി യുവാവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. അച്ഛനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മാള വൈന്തല തൈക്കൂട്ടം സ്വദേശി 21 വയസ്സുള്ള ശ്രീഹരിയെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. വികസന നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ വട്ടേക്കാട്ടുകരയിൽ ഗതാഗത യോഗ്യമല്ലാത്ത റോഡില്ലാതെ 22ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. 13ഓളം പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെയാണ് വട്ടേക്കാട്ടുകരയിലെ അമ്പാടി റോഡിനെ ആശ്രയിച്ചു കഴിയുന്നത്. അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വെള്ളാങ്ങല്ലൂർ വട്ടേക്കാട്ടുകരയിലെ റോഡിന്റെ അവസ്ഥയാണിത്. 1 മീറ്റർ മാത്രം വീതിയുള്ള റോഡിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോലും സഞ്ചരിക്കാനാകില്ല. അസുഖബാധിതരായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് കിലോമീറ്ററോളം ചുമന്നുകൊണ്ടാണ് വാഹനമെത്തുന്ന റോഡിലേക്ക് എത്തിക്കുന്നത്. സ്ഥലം വിട്ടു നൽകിയ റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും ആഭ്യന്തര തർക്കങ്ങൾ മൂലം നീണ്ടുപോവുകയാണ്. പഞ്ചായത്തോ അധികാരികളോ ഇവരുടെ പ്രശ്നത്തെ മുഖവിലക്കെടുത്തിട്ടില്ല എന്നൊരാക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വികസന മുന്നേറ്റം വായ്ത്താരി മാത്രമായ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ അവസ്ഥയ്ക്ക് അടിയന്തര ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ ഉന്നതിയിലെ ആദിവാസി യുവാവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. കാടർ വീട്ടിൽ അയ്യപ്പന്റെ മകൻ 30 വയസ്സുള്ള രാജീവിനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. സാരമായി പരിക്കേറ്റ യുവാവിനെ വനപാലകരുടെ ജീപ്പിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അച്ഛനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മാള വൈന്തല തൈക്കൂട്ടം സ്വദേശി 21 വയസ്സുള്ള ശ്രീഹരിയെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വലിയ പറമ്പിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. മാള വൈന്തല തൈക്കൂട്ടം സ്വദേശിനി ഇല്ലിക്കപ്പറമ്പിൽ ശ്രീഹരിതയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് ഇന്റലിജൻസ് സബ് ഇൻസ്പെക്ടർ മുരുകേഷ് കടവത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാള SI KT ബെന്നിയും സംഘവും അറസ്റ്റ് ചെയ്തത്. ശ്രീഹരി 2024 മാള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് അച്ഛനെയും അമ്മയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച കേസിലും അടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ SIമാരായ ബെന്നി, മുരുകേഷ് കടവത്ത്, KT വിനോദ് കുമാർ MS, CPO കിരൺ PK എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചിന്തുപാട്ട് പാടി ചിരാത് കത്തിച്ച് സംസ്കാര സാഹിതിയുടെ ശബരിമല വിശ്വാസ സംരക്ഷണ പ്രതിഷേധം. സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശബരിമല വിശ്വാസ സംരക്ഷണ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. എടമുട്ടം സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പ സേവാ സംഗമം എന്ന പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിശ്വാസികളെ സംരക്ഷിക്കേണ്ടതിന് പകരം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് അവിശ്വാസികളെ കൊണ്ടുവന്നതിനുള്ള അയ്യപ്പന്റെ കോപമാണ് പിണറായി വിജയൻ അനുഭവിക്കുന്നതെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ദ്വാരപാലക ശില്പത്തിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ശില്പം 4 കിലോ സ്വർണമുണ്ടായത് ഇപ്പോൾ 1 കിലോ പോലും തികച്ചില്ല എന്നാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ച് ശില്പങ്ങൾ എത്തിയപ്പോൾ പറയുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുതിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംസ്കാര സാഹിതി എക്സിക്യൂട്ടീവ് അംഗം ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, കരയാവട്ടണം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, AS ശ്രീജിൽ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ വിഹിതം കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കുക,
മത്സ്യത്തൊഴിലാളി മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പാണ് വിഷയം. ഡിസംബർ മാസം ആദ്യം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതോടൊപ്പം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരു വികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ ഇടതുപക്ഷ വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാമദാസ് അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി KP ഷാജി, KM അലി, PS ഷജിത്ത്, BS ശക്തിധരൻ, MA അനിരുദ്ധൻ, V രമേശൻ എന്നിവർ സംസാരിച്ചു. കൂളിമുട്ടത്ത് വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച 2 പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. മേത്തല അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള ശിവ, കൂളിമുട്ടം എമ്മാട് പീത്തൻപുരയ്ക്കൽ വീട്ടിൽ 20 വയസ്സുള്ള സജിത്ത് എന്നിവരാണ് പിടിയിലായത്. കൂളിമുട്ടം കോടൂർ കരിയോടത്ത് ബാബുവിന്റെ വീട്ടിൽ നിന്നുമാണ് ബൈക്ക് മോഷണം പോയത്. ഇന്നലെ രാത്രി ഏമാട് വെച്ച് നൈറ്റ് പട്രോളിംഗ് വാഹന പരിശോധനയ്ക്കിടയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മോഷണം പോയ വാഹനമാണെന്ന് കണ്ടെത്തിയതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ TN പ്രദീപൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജമാലുദ്ദീൻ, പ്രബീൻ, സനീഷ്, ഷിജീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാമല്ലൂർ പഞ്ചായത്തിലെ വട്ടേക്കാട്ടുകരയിൽ ഗതാഗത യോഗ്യമായ റോഡില്ലാതെ 22ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥ. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ ഉന്നതിയിലെ ആദിവാസി യുവാവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. അച്ഛനെ ഉപദ്രവിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മാള വൈന്തല തൈക്കൂട്ടം സ്വദേശി 21 വയസ്സുള്ള ശ്രീഹരിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.